ഹായ്, ഞാൻ ദീപ. അപ്പോൾ തയ്യൽ പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് തയ്യൽ പഠിക്കണം, പക്ഷേ ഏത് തയ്യൽ മെഷീൻ എടുക്കണം എന്നറിയത്തില്ല. അപ്പോൾ അതിനൊരു ഉത്തരവായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. തയ്യൽ മെഷീൻ നമുക്ക് പലതരമുണ്ട്. ചവിട്ടുന്നതുണ്ട്, അല്ലാതെ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മെഷീൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ മെഷീൻസ് ഉണ്ട്, അംബ്രല്ല മെഷീൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എംബ്രോയിഡറി മെഷീൻസ്, അങ്ങനെ ഒത്തിരി മെഷീൻസ് ഉണ്ട്. അപ്പോൾ തയ്യൽ മെഷീൻ എന്ന് പറയുമ്പം മെയിനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ചവിട്ടുന്ന മെഷീൻ അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് മെഷീൻ എന്ന് പറയും. നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേശയുടെ പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇതുപോലൊരു ടേബിൾ ടോപ്പ് മെഷീൻ എടുക്കാൻ പറയും. ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് മെഷീൻ എടുക്കാൻ പറയും. ബിഗിനേഴ്സിന് പറ്റിയ രീതിയിലുള്ള മെഷീൻസ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു 7000-ലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് എക്സാക്റ്റ് എനിക്ക് എമൗണ്ട് അറിയത്തില്ല, പക്ഷേ 14,000-17,000 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല മെഷീൻസ് കിട്ടും. ഇനി ഈ ടേബിൾ ടോപ്പ് മെഷീൻ എന്ന് പറയുമ്പം ചവിട്ടുന്ന മെഷീനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഞാൻ തുടക്കത്തിൽ ചവിട്ടുന്ന മെഷീൻ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ പഠിക്കണമെങ്കിൽ ചവിട്ടുന്ന മെഷീൻ ഈ ചവിട്ടി തന്നെ പഠിച്ച് എന്നാൽ മാത്രമേ ശരിയാവത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം എല്ലാം ഇലക്ട്രിസിറ്റിയിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. നമ്മളിപ്പം കുറച്ചും കൂടെ ഒരു ബിസിനസ് പർപ്പസൊക്കെ നോക്കുമ്പോൾ നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ചവിട്ടുന്നതിൽ തന്നെ തയ്ച്ച് പഠിക്കണം അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ ടേബിൾ ടോപ്പ് മെഷീൻ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് സ്പീഡ് കൂടും അങ്ങനെയൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഒരു പ്രഷറുണ്ട്, നമ്മൾ കാല് പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡ് കൂട്ടവും കുറയ്ക്കുമൊക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്പീഡ് കൂടി പഠിക്കുന്നൊന്നോ മറ്റേ സൈക്കിൾ ഓട്ടുന്നതുകൊണ്ട് ആദ്യം സ്പീഡ് കുറച്ച് പഠിക്കണം പിന്നെ സ്പീഡ് കൂട്ടി പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കംഫർട്ടിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ടേബിൾ ടോപ്പ് മെഷീൻസ് ആകുമ്പം അതിനകത്ത് കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷണാലിറ്റീസും കൂടെ കാണും. നമ്മൾ സാധാ ചവിട്ടുന്ന മെഷീനിൽ അതൊന്നും കാണില്ല, സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിലാകുമ്പം നമുക്ക് വേണേൽ ചെറിയ എംബ്രോയിഡറി ഒക്കെ, ഇപ്പം കൈകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പ് അനക്കിയിട്ട് നമ്മൾക്ക് ചെറിയ എംബ്രോയിഡറി ഒക്കെ ചെയ്തെടുക്കാം. അല്ലെ പിന്നെ ബിൽട്ടിൻ എംബ്രോയിഡറി സ്റ്റിച്ചസ്, അതിനകത്തൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെഷീനിൽ പോലും ഒരു 5-6 ബിൽട്ടിൻ സ്റ്റിച്ചസ് കാണും. ബിൽട്ടിൻ സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു 5 mm വീതിയിൽ നമുക്ക് ഒരു പാറ്റേൺ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ പല കളർ നൂലിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പിള്ളേരുടെയൊക്കെ ഡ്രസ്സിൻ്റെ, കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഡ്രസ്സിൻ്റെ അരികത്തൊക്കെ ബോർഡറൊക്കെ തയ്ക്കാൻ പാകത്തിനുള്ള ചെറിയ ചെറിയ സ്റ്റിച്ചുകളെയാണ് ഈ ബിൽട്ടിൻ സ്റ്റിച്ച് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ ബിൽട്ടിൻ സ്റ്റിച്ചസ് കാണും. പിന്നെ അത് തന്നെ പല ഡിസൈനിലുള്ളത് കാണും. പിന്നെ ഈ ബട്ടൺ ഹോൾ തയ്ക്കാനുള്ള പരിപാടി കാണും. പിന്നെ ഈ സാരിയുടെ അരികൊക്കെ ചുരുട്ടി അടിക്കത്തില്ലേ, അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി ഫങ്ഷണാലിറ്റീസ് ഉള്ള ഫുട്ടറും ഫങ്ഷണാലിറ്റീസും ഒക്കെ ചേർന്നിട്ടായിരിക്കും ഈ ഡെസ്ക്ടോപ്പ് മെഷീൻ വരുന്നത്. അപ്പോൾ തുടക്കക്കാർ വളരെ ബേസിക് ആയിട്ടുള്ള മെഷീൻ എടുത്താൽ മതിയാവും. ഒത്തിരി ഫങ്ഷണാലിറ്റീസ് ഉള്ള മെഷീനൊക്കെ എടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ഞാൻ തുടക്കത്തിൽ ഒത്തിരി ഫങ്ഷണാലിറ്റീസൊക്കെ ഉള്ള മെഷീനാണ് എടുത്തത്. ഞാൻ ആദ്യം എടുത്തത് ഫാഷൻ സ്റ്റിച്ച്, ഉഷയുടെ തന്നെ ഉഷ ജെനോമിൻ്റെ ഫാഷൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞ മെഷീനാണ്. അതിനകത്ത് തന്നെ ഒത്തിരി ബിൽട്ടിൻ സ്റ്റിച്ചസും ഒത്തിരി ഫങ്ഷണാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തയ്ക്കുന്നത് മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു, വേറെ ഒരു പരിപാടിയും ഞാൻ അതിൽ ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഒത്തിരി ഫങ്ഷണാലിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും എടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം മിക്കവാറും നമുക്ക് സമയമില്ലെങ്കിൽ നമ്മളിതങ്ങോട്ട് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഒത്തിരി ഫങ്ഷണാലിറ്റീസ് ഉള്ളതൊന്നും വേണ്ട. പിന്നെ അപ്പോൾ അങ്ങനെ പറയുവാന്നേൽ ഈ ഫങ്ഷണാലിറ്റീസൊക്കെ അത്യാവശ്യമുള്ള മെഷീൻസ് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഉഷ എന്ന ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് എനിക്കറിയാവുന്നത് ഇപ്പം നല്ല റിവ്യൂസ് ഉള്ള മെഷീൻസ് എന്ന് പറയുന്നത് ഉഷയുടെ തന്നെ അല്ലൂറുണ്ട്, പിന്നെ വണ്ടർ സ്റ്റിച്ച് ഉണ്ട്, വണ്ടർ സ്റ്റിച്ച് പ്ലസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് മറ്റേ ഫാഷൻ സ്റ്റിച്ച് ഇപ്പോൾ ഉണ്ട്, പക്ഷേ അത് വർക്കിംഗ് അല്ല. ഒരു 10-12 വർഷം മുന്നത്തെ മെഷീനാണ്, അതിപ്പോൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് മെറ്റലാണ്. ഇപ്പം ഇറങ്ങുന്നതിൻ്റെയൊക്കെ ഡെസ്ക്ടോപ്പ് മെഷീൻ്റെയൊക്കെ ബോഡി എന്ന് പറയുന്നത് എനിക്കൊന്ന് ഫൈബറാന്ന് തോന്നുന്നു, എന്തായാലും മെറ്റലല്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആയിരുന്നു, അത് ഞാൻ എടുത്തു. അതിലാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം അതിലല്ല. ഇപ്പോൾ കണ്ടിന്യൂസ് നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ മെഷീനിലോട്ടൊക്കെ പോകുന്നതാണ് നല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോം യൂസിനുള്ളതാണ്. ഈ
ഡെസ്ക്ടോപ്പ് മെഷീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വണ്ടർ സ്റ്റിച്ച് പ്ലസ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലും അതെന്നൊക്കെ പറയുമ്പോൾ ഒരു 14,000 17,000 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന മെഷീനായി ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെയും കൂടിയ റേഞ്ചിലുള്ള മെഷീൻസ് ഉണ്ട്. അത് ഇപ്പം ഡ്രീം മേക്കർ 120 എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന എല്ലാം ഉഷയുടെയാണ്. എനിക്ക് വേറെ ബ്രാൻഡുകളെ പറ്റിയൊന്നും അറിയത്തില്ല. ഇപ്പം ബ്രദറിൻ്റെയും സിംഗറിൻ്റെയും ഒക്കെ മെഷീൻസ് കാണും. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഏരിയയിൽ സർവീസൊക്കെ നന്നായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക. അത്രയും മാത്രം നോക്കിയാൽ മതി. അതായത് മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ ആൾക്കാർ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഉഷയുടെ ആണെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ സർവീസൊക്കെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഇനി ഒന്നുകൂടെ, നിങ്ങളിപ്പം ജസ്റ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് മെഷീൻ മതിയാവും, അല്ലെ ടേബിൾ ടോപ്പ് മെഷീൻ മതിയാവും. പക്ഷേ നിങ്ങളുടെ ഒരു ഉദ്ദേശം തയ്യൽ പഠിച്ചതിന് ശേഷം തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ് എങ്കിൽ നിങ്ങളൊരു ഇൻഡസ്ട്രിയൽ മെഷീൻ അല്ലെങ്കിൽ പവർ മെഷീൻ നോക്കുക. അല്ല, അത് പവർ മെഷീൻ ആയാലും ഇൻഡസ്ട്രിയൽ മെഷീൻ ആണെങ്കിലും സെയിം തന്നെയാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 19,000 18,000 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത് ഉഷയുടേതായാലും ഉഷയുടേതിന് 19,500 തോന്നി ഇപ്പം. വേറെയുള്ള ഇപ്പം ജാക്ക്, ജൂക്കി അതുപോലുള്ള ബ്രാൻഡുകളുടെ ആണെങ്കിലും ഏതാണ്ട് 18 രൂപ അടുപ്പിച്ച് തന്നെയാണ് ആ മെഷീനൊക്കെ വരുന്നത്. അതിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഉണ്ടാകുള്ളൂ. ഇതുപോലെ വേറെ ഫങ്ഷൻസോ എംബ്രോയിഡറിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇല്ലെങ്കിൽ അംബ്രല്ല മെഷീൻസ് എന്ന് പറയുന്ന ഇതുണ്ട്, ചവിട്ടുന്നത് തന്നെയാണ്, മോട്ടോർ വെച്ചിട്ടും മോട്ടോർ വെക്കാത്തതും ഒക്കെ ഉണ്ട്. അത് യൂസ് ചെയ്യാം. കാരണം ഈ ഡെസ്ക്ടോപ്പ് മെഷീൻ എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് യൂസ് പറ്റത്തില്ല. അവർ കമ്പനി പറയുന്നത് 2 മണിക്കൂർ മാക്സിമം ഒരു ദിവസം എന്നാണ് ഡെസ്ക്ടോപ്പ് മെഷീൻസിന് അവർ പറയുന്നത്. അതിൽ കൂടുതൽ യൂസ് ചെയ്താൽ മോട്ടോർ ചൂടാവും, കേടായിപ്പോവും. എന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. ഇപ്പം 2-3 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രശ്നമൊന്നും അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് അതാണ്, അതിനപ്പുറം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആ മെഷീനിൽ തയ്ച്ചു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഈ ഡെസ്ക്ടോപ്പ് മെഷീനിലും ഇൻഡസ്ട്രിയൽ മെഷീനിലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സ്പീഡാണ്. ഇൻഡസ്ട്രിയൽ മെഷീന് കുറച്ചും കൂടെ സ്പീഡ് കൂടുതലാണ്, കണ്ടിന്യൂസ് തയ്യൽ പോസിബിൾ ആണ്. പിന്നെ കുറച്ച് കട്ടി കൂടിയ തുണി, ഒത്തിരി ഇപ്പം 2 ലെയർ എന്താണ് ജീൻസിൻ്റെ ഒക്കെ തുണിയൊക്കെ തയ്ക്കണമെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ ആകുമ്പം സൂചി ഒടിഞ്ഞു പോകും. പതുക്കെ തയ്ക്കണം, സൂക്ഷിച്ചൊക്കെ തയ്ക്കണം. ചിലതിൽ തയ്യൽ വീഴത്തില്ല, ബനിയൻ തുണിയിലൊന്നും തയ്യൽ വീഴത്തില്ല, പേപ്പർ അടി വെച്ച് കൊടുത്തൊക്കെ തയ്ക്കേണ്ടി വരും. ആസ് ഇൻഡസ്ട്രിയൽ മെഷീനിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാ സാധനം വേണേൽ, ലെതർ വേണേൽ വരെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം സൂചി ഒടിയത്തൊന്നും ഇല്ലെന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി ഇതാണ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ഒരു പർപ്പസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, തയ്ച്ച് പഠിച്ചതിന് ശേഷം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് 17 രൂപ കൊടുക്കുന്നതിന് പകരം 1 ടൈം ഇൻഡസ്ട്രിയൽ മെഷീൻ അങ്ങ് എടുത്ത് പഠിച്ചങ്ങ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയാണ് തയ്യൽ പഠിക്കണം, ഏത് തയ്യൽ മെഷീൻ എടുക്കണം എന്നൊക്കെയുള്ള ചോദ്യവുമായിട്ട് വരുന്നവർക്കുള്ള ഒരു ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. ഇതുപോലുള്ള മെഷീൻ റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ്, പിന്നെ ഡിസൈനിങ് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ കുറച്ച് വ്ളോഗൊക്കെ ചെയ്യും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ നമുക്ക് ഉണ്ടാക്കാം.